ഹായ്, ഇന്ന് മത്തനും മാങ്ങയും വെച്ചൊരു വെറൈറ്റി ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് 1/4 കിലോ മത്തൻ തൊലി കളഞ്ഞ് കനം കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വെള്ളരി മാങ്ങയും തൊലി കളഞ്ഞ് കനം കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാനായി കുക്കറിൽ മത്തൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മാങ്ങയും നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 ചെറിയ പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ നമുക്ക് 1 തണ്ട് കറിവേപ്പില, 1 കഷ്ണം വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മുളക് പൊടി, വെളുത്തുള്ളി നമുക്ക് ചെറുതായി മുറിച്ച് ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. മത്തൻ വേവിക്കാൻ വെച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ അരപ്പിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല. നമ്മൾ അരച്ചെടുത്ത ആ അരപ്പ് വെന്തിരിക്കുന്ന മത്തൻ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തനും മാങ്ങയും വെന്ത് പാകമായിട്ടുണ്ട്. 2 വിസിൽ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ചുകൂടെ ആഡ് ചെയ്യാം. അതിനായിട്ട് മിക്സിയുടെ ജാർ കഴുകി നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇത് ഇളക്കി യോജിപ്പിച്ച് എല്ലാം ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കാം. ഇനി ഈ മത്തൻ നമുക്ക് ഒന്ന് അരപ്പ് ചേർത്ത് നമുക്കിനി ഒന്ന് ഈ കറി തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മത്തൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാനുള്ളത് ചെയ്യാം. എണ്ണ താളിക്കുന്നതിനായി ചീനിച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് അത് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ചേർത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് ഇത് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് മത്തൻ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിയും ഹെൽത്തിയുമായ മത്തൻ മാങ്ങ ഒഴിച്ചുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം.